കേസിൽ വിധി വരണം, പെട്ടെന്ന് തൂക്കിക്കൊല്ലണം, ആൾക്കാരുടെ മുമ്പിലായിരിക്കണം അവൻ പിടച്ച് മരിക്കുന്നത്, ഈ ജനങ്ങൾ കാണണം. എങ്കിൽ മാത്രമേ ഇതേപോലത്തെ പിള്ളേർ ചെയ്യാതിരിക്കുന്നു. കഴിക്കാൻ അത് ഞങ്ങൾ പണിക്ക് പോയായിരുന്നു. ഉച്ചയ്ക്ക് ഞാൻ ചോറിനാ നടന്നപ്പോൾ അവള് നേരെ ട്യൂഷൻ കഴിഞ്ഞ് നേരെ ഇവിടെ ആയാലും ശരി, മാമനായാലും ശരി, കൂടപ്പുറപ്പായാലും ശരി, അച്ഛനായാലും ശരി, അവരെല്ലാം അത് അത് ഒരു സംശയത്തോടു കൂടി തന്നെ ഒരു ചെറിയ ഒരു ഭാഗത്ത് വെച്ചുകൊണ്ട് വേണം അവർ കാണാൻ. സഖാവോ മുഖ്യമന്ത്രി നേരെ നിങ്ങൾ സങ്കടം ഒന്ന് നോക്കണം. എന്റെ മോള് LDF ജയിച്ചപ്പോ ഇങ്ങനെ വിളിച്ചവളാണ്. പെരിയാർ ടൗണിൽ ഇറങ്ങി കൊടി പിടിച്ചവളാ. നമസ്കാരം. നമസ്കാരം. ഇത് കുട്ടിയുടെ അച്ഛനാണ്. അതെ. എന്താ ഇതിനെപ്പറ്റി പറയാനുള്ളത്? എങ്ങനെയായിരുന്നു ഈ പയ്യൻ? എങ്ങനെയായിരുന്നു ചേട്ടനുമായിട്ട് എങ്ങനെയായിരുന്നു ബന്ധം? അവന് നമ്മൾ ചെറുപ്പത്തിൽ മുതലേ കണ്ട് വളർന്ന ചെറുക്കനായത്, നമ്മുടെ മോനെ പോലെ നമ്മൾ കണ്ടത്. അവൻ അങ്ങനെ ഇങ്ങനെ ചെയ്യുമെന്ന് നമ്മൾ പ്രതീക്ഷയില്ല. അപ്പൊ ഈ സംഭവം നടന്നു കഴിഞ്ഞിട്ട് ഇവന് കരച്ചിലും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു സംശയം വരുന്നില്ല. നമ്മുടെ ചെറുക്കൻ്റെ കൂട്ടത്തിൽ നിൽക്കുന്നു, കരയുന്നു. അപ്പൊ നമ്മൾ അങ്ങനെ ഒരു സംശയം വരുന്നത് ന്യൂസിനകത്ത് കാണുമ്പോഴാണ്. അപ്പോഴാണ് നമ്മൾ അറിയുന്നത് കൊലപാതകമാണെന്നും പീഡനം നടന്നിട്ടുണ്ടെന്നും എന്നുള്ള രീതിയിൽ നമ്മൾ ന്യൂസ് കണ്ടിട്ട് അറിയുന്നത്. പോലീസുകാരപ്പം നേരത്തെ ഡോക്ടർ അറിഞ്ഞിട്ടുണ്ട് ബലാത്സംഗം നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞിരുന്നു. അതുകൊണ്ടാണ് നമ്മളോട് പറയാതെ പ്രതിയെ കണ്ടുപിടിക്കാൻ വേണ്ടി ഈ അന്വേഷണം തുടങ്ങിയിട്ടുള്ളത്. അപ്പൊ ഞങ്ങൾ ആദ്യം സംശയമില്ല, കുഞ്ഞി തന്നെ ചെയ്യുന്ന രീതിയിലാണ് ഇതിൻ്റെ അകത്ത് കാര്യങ്ങൾ വരുന്നത്. പക്ഷെ കുഞ്ഞ് ഷാളിട്ട് കളിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. മൊബൈലൊക്കെ എടുത്തോണ്ട് പോയി ആ റൂമിൻ്റെ അകത്ത് ഇരുന്ന് കുറ്റിയിട്ടിട്ട് ഗെയിം കളിക്കാനും അല്ലെങ്കിൽ ഉപ്പുമുളി ഒരു സംഗതി ഉണ്ടല്ലോ, അതൊക്കെ കാണുന്ന ഒരു സ്വഭാവമുണ്ട്. അപ്പൊ അത് അമ്മ വഴക്ക് പറയുമെന്ന് പറഞ്ഞ് ഓടിപ്പോയി അതിൻ്റെ അകത്ത് നിന്ന് കുറ്റിയിട്ടിട്ട് അതിൻ്റെ അകത്ത് നിന്ന് കളിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ കളിച്ച് ചിലപ്പോൾ അതിൻ്റെ അകത്ത് ഷാള് ഊഞ്ഞാൽ കളിക്കാൻ വേണ്ടി എല്ലാം കെട്ടി അങ്ങനെ നോക്കി ചിലപ്പം തെന്നി വീണിട്ട് പെടലി എല്ലാം പൊട്ടിയിട്ട് അങ്ങനെ വല്ലതും മരിച്ചായിരിക്കും. അതിൻ്റെ അകത്ത് ജനലും കൊളുത്തിട്ടേക്കുന്നു, ഈ കതകും കൊളുത്തിട്ടേക്കുന്നു. അപ്പം പുറത്തിരുന്ന് ആരും പോയി ചെയ്യാനില്ല. അപ്പൊ കുഞ്ഞു തന്നെ ആയിരിക്കും എന്നാണ് നമ്മൾ കരുതിയത്. ഈ ഡോർ തുറന്നു കിടക്കുന്നത് ശ്രദ്ധയപ്പെട്ടില്ലായിരുന്നു? ആ വിൻഡോ തുറന്നു കിടക്കുന്നത് ശ്രദ്ധയപ്പെട്ടില്ല? ഇല്ല, ആ സമയത്ത് നമ്മൾ കണ്ടില്ലായിരുന്നു. നിങ്ങൾ ഈ കൊണ്ടുപോകുന്ന സമയത്ത് നിങ്ങളില്ല? ഇല്ല, നമ്മൾ പണിസ്ഥലത്തിരിക്കുമ്പോൾ വിളിച്ചു പറയുമ്പോഴാണ് നമ്മൾ ഇത് അറിയുന്നത്. ഇതിനെപ്പോഴാണ് പിന്നെ വന്ന് ഈ കുറ്റിയിട്ടത്? നമ്മുടെ ചെറുക്കൻ മുടിവെട്ടാൻ പോയില്ലേ, മുടിവെട്ടാൻ പോയി ആ സമയത്താണ് ഇവൻ വന്ന് ഇത് ചെയ്തിരിക്കുന്നത്. അത് മുടിവെട്ട് തീരുമ്പോഴത്തേന് ഇവനും പോയി അതിൽ അറ്റൻഡ് ചെയ്തു. എന്നിട്ട് ചെറുക്കൻ വന്ന് വീട്ടിനകത്ത് കയറി ഈ അലമാരയിൽ മുഖം മുടി വെട്ടി ഇത് കാണുന്നു. കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവൻ പുറകെ വന്ന് ഇതിനകത്ത് കാണാതിരിക്കാൻ വേണ്ടി പെട്ടെന്ന് ഇതിനകത്ത് മുറിക്കകത്ത് അവളെ തപ്പരുത്, അതിനുവേണ്ടി അവൻ വെള്ളത്തിന് പോകാൻ പാന്ന് പറഞ്ഞ് ഒരു കുടം എടുത്തുകൊണ്ട് അവൻ വന്ന് വാതക്കെ നിന്ന് വിളിക്കുന്നു. അപ്പൊ ഇവൻ നമ്മുടെ ചെറുക്കനും ഇവൻ സാധാരണ കളിക്കാനായിട്ട് 5 മണി കഴിഞ്ഞ് വോളിബോൾ കോർട്ടിലേക്ക് കളിക്കാൻ പോകും. ആ സമയത്ത് വെള്ളം കോരിയിട്ടേ പോകത്തുള്ളൂ. ഇവനത് ചിന്തിച്ചില്ല. അപ്പൊ അവൻ വിളിക്കുന്നുണ്ടെല്ലാം പറഞ്ഞ് പെട്ടെന്ന് കുടം എടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ഞങ്ങളുടെ അമ്മ വെള്ളം തിളപ്പിച്ച് കുഞ്ഞിനെ കുളിപ്പിക്കാൻ വേണ്ടി അപ്പൊ കുഞ്ഞിനെ വിളിക്കടാ കുളിപ്പിക്കട്ടെ എന്ന് പറഞ്ഞ് അന്വേഷിക്കുമ്പോഴാണ് ഇവൻ അന്നേരം കുഞ്ഞിനെ തപ്പുന്നത്. അപ്പോൾ ഈ നമ്മുടെ വീട്ടിൽ ഇല്ല. അവൻ പോകുമ്പോൾ ഇവിടെ TV കണ്ടുകൊണ്ടിരിക്കുവായിരുന്നു കുഞ്ഞ്. അപ്പം ഇല്ലെന്ന് പറഞ്ഞ് അറിഞ്ഞ പിന്നെ പുറത്തു പോയി നമ്മുടെ ചേട്ടൻ്റെ വീട്ടിലൊക്കെ അവളുണ്ടോയെന്ന് ചോദിച്ചു, അവിടെ വന്നിട്ടില്ല. പിന്നെ വീണ്ടും ഇവിടെ വന്ന് അപ്പുറത്തെ മുറിയിലും കണ്ടു. ഇവിടെ കണ്ടിട്ടപ്പോൾ ഇത് തള്ളി നോക്കുമ്പോഴത്തേന് ഇത് ചാരിയിട്ടാക്കുന്നു. അപ്പൊ പുറത്ത് കുറ്റിയിട്ടില്ല, അകത്ത് കുറ്റി കിടക്കുന്നു. തള്ളി നോക്കിയപ്പോൾ പോകുന്നില്ല. അപ്പൊ ഈ വെള്ളം കോരാൻ പോകുമ്പോഴൊക്കെ കുട്ടി വലിച്ചിവിടെ കിടക്കുകയാണ്. കിടക്കുവാണ്. വെള്ളം കോരാൻ പോയില്ല. അവനെ വിളിക്കുമ്പോ ഇവൻ അത്ര സമയം കൊടുക്കണം. കുഞ്ഞി ചെത്തിട്ടില്ലയോ, കുറച്ചുകൂടെ കിടന്നാൽ ചത്തു പോകും. അവനൊരു സംശയം ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു. അത് അവൻ ശ്രദ്ധ തിരിപ്പിക്കാൻ വേണ്ടിയുള്ള ചെയ്ത പണിയാണ്. അപ്പൊ എന്നിട്ട് പിന്നെ എങ്ങനെയായിരുന്നു? അപ്പം അന്നേരം ചെറുക്കം വന്ന് ഇത് കഥ കെട്ടുമ്പോഴത്തേന് കുഞ്ഞ് ഉറങ്ങിപ്പോയെന്ന് ഓർത്ത് വിളിച്ചപ്പോ അനക്കൊന്നുമില്ല. കഥ തട്ടിയിട്ട് അനക്കമില്ലെന്ന് പറഞ്ഞപ്പോഴത്തേനും അന്നേരം പെങ്ങടെ മോള് തൊട്ടടുത്ത് റൂമില്ല. അവള് ഓടി വന്ന് നോക്കുമ്പോഴത്തേനും മേളി കൂടി ഗ്യാപ്പുണ്ട്. അതിലൂടെ നോക്കുമ്പോൾ ഷാളിങ്ങനെ, ആളിനെ കാണുന്നില്ല, ഷാള് കിടക്കുന്നു. അന്നേരം ഇവൻ ഒരു കത്തി എടുത്തോണ്ട് അതിന്റെ കൊളുത്ത് ഇങ്ങനെ പൊക്കാം. അങ്ങനെ തുറന്നപ്പോഴത്തേനും അവള് അതിനകത്ത് ഷാളിങ്ങനെ ചുറ്റി ഒരു കാല് കട്ടിലേലും ഒരെണ്ണം താഴെ ഇങ്ങനെ തൂങ്ങി കിടക്കുന്നതെന്ന് അവൻ പറഞ്ഞത്. നമ്മൾ കണ്ടിട്ടില്ല. അവൻ അന്നേരം അവള് അഭിനയിക്കാന്ന് പറഞ്ഞോണ്ട്, നീ നടിക്കാതെന്ന് പറഞ്ഞോണ്ട് അവളെ വിളിച്ചു.
വിളിച്ചിട്ട് അവള് അനക്കമൊന്നുമില്ല. പിന്നെ അവൾ കണ്ണ് തുറന്നിരിക്കുവാന്ന് പറഞ്ഞിട്ട് അവൻ എടുത്ത് ആ ഷാള് ചുമ്മാ ചുറ്റിയിരിക്കുമായിരുന്നു മുറുകി. അപ്പോൾ അത് എടുത്തു വിട്ടിട്ട് അതേപോലെ എടുത്തോണ്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേനും ഈ കുഞ്ഞിനെ വന്ന് മേടിക്കുന്നത് ഇവനാ, ഈ അർജുൻ എന്ന് പറയുന്നവനാണ് മേടിക്കുന്നത്. എന്നിട്ട് അപ്പുറത്തൊരു നേഴ്സ് കൊച്ചുണ്ട്, അവളുടെ അടുത്തേക്ക് ഓടിപ്പോയി. ഇവൻ തന്നെ എടുത്തോണ്ട് പോവുക. എന്നിട്ട് പൾസ് നോക്കുന്ന കുഞ്ഞ് അനക്കമില്ല, പെടലിയിൽ ഒരു ചെറിയൊരു ചൂടുണ്ട്, തുടിക്കുന്നുണ്ടെന്ന് പറഞ്ഞു, പൾസുണ്ട്. അത് പെട്ടെന്ന് കൊണ്ടുപോക്കാളം പറഞ്ഞപ്പോഴത്തേനും അവരുടെ അപ്പൻ ഇവിടെ ഉണ്ടായിരുന്നു, ഈ അർജുനന്റെ അപ്പൻ ഉണ്ടായിരുന്നു. അപ്പൊ അവൻ ഓടി വന്ന് കുഞ്ഞിനെടുക്കുകയും വേറെ വിഷ്ണു എന്ന് പറഞ്ഞ പയ്യനുമായിട്ട് ബൈക്ക് കയറി ആശുപത്രിക്ക് പോകും. ആ സമയം കൊണ്ട് ഇവൻ ഓടി വന്ന് ആ ഇറങ്ങിപ്പോയ ചാനലും കൂടെ കുറ്റിയിട്ട് കളഞ്ഞു. ആ ടിവിക്കകത്ത് കണ്ടു കാണുമല്ലോ, ആ ജനലും കുറ്റിയിട്ട് കളഞ്ഞു. അപ്പൊ നമ്മൾ ആ പോലീസ് വരുമ്പോഴത്തേന് നോക്കുന്നു, ഇത് മാത്രം ഇവൻ തുറന്നു എന്ന് പറയുന്നു. അത് നോക്കുമ്പോൾ അത് കുറ്റിയിട്ടേക്കുന്നു. അപ്പൊ ഇതിനകത്ത് കുഞ്ഞ് തന്നെ ആയിരിക്കും ചെയ്തത്. അത് കെട്ടും ഈ കുഞ്ഞ് ചെയ്ത പോലെ തന്നെ എല്ലാം കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അപ്പൊ ഇത് ഒരു കുഞ്ഞിന് ഒരു അബദ്ധം പറ്റിയതാ എന്നാണ് ഞങ്ങൾ കരുതിയത്. അപ്പൊ ഡോക്ടർ പറഞ്ഞു ഇത് വേറെ സംഭവം നടന്നിട്ടുണ്ട്, അതുകൊണ്ട് ഇത് അന്വേഷണം ചെയ്യണമെന്ന് പറഞ്ഞ് പോലീസോട് പറഞ്ഞു. അപ്പൊ ആ രീതിക്ക് അവർ അന്നേരം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു, ഇടുക്കിയിൽ. അവിടെ കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം കഴിഞ്ഞു. എല്ലാം വരുമ്പോഴത്തേനും ഇപ്പം നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ട്. ഇപ്പം ഭയങ്കര കരച്ചിലും വേളൊക്കെ ഉണ്ട് ഈ അർജുൻ എന്ന് പറയുന്നത്. എന്നിട്ട് അടക്കം കഴിഞ്ഞു വന്നു. ഇപ്പം ഒരു 3-ാം ദിവസമാണ്. അപ്പോൾ ഈ പോലീസുകാർ ഒത്തിരി പേര്, പോലീസുകാർ ക്രൈം അടക്കം വന്നു, ഭയങ്കര അന്വേഷണമാണ്. ഈ പിള്ളേർ 5 പേര്, എൻ്റെ ചെറുക്കനടക്കം. എൻ്റെ ചെറുക്കൻ അന്നേരം തന്നെ സ്റ്റേഷനിൽ കൊണ്ടുപോയി, അവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ആ സമയത്ത് തന്നെ കൊണ്ടുപോയി, ഇവനല്ലേ പൊക്കിയത് കണ്ടതെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ നീയാണോ ചെയ്തതെന്ന് പറഞ്ഞ് അവന് വിരട്ടുകയൊക്കെ ചെയ്തായിരുന്നു. അപ്പൊ എന്റെ പെങ്ങളെ ഞാൻ അങ്ങനെ ചെയ്യത്തില്ലെന്ന് പറഞ്ഞ് അവൻ അപ്പം മുതൽ ഷോക്കായി. എന്നുവെച്ചാൽ പോലീസ്, അവൻ ആദ്യമായിട്ട് പോലീസ് ഇതിൻ്റെ അകത്ത് കയറുന്നത് തന്നെ അവൻ ഇങ്ങനെയൊക്കെ ചോദിച്ചപ്പോഴത്തേനും വിരണ്ടു പോയി. അപ്പൊ അത് ഇപ്പൊ വരെ അവൻ കറഞ്ഞിട്ടില്ല, ഒരു തുള്ളി കണ്ണീര് വിട്ടിട്ടില്ല. പക്ഷെ ഇവന് അതിന്റെ കൂട്ടത്തിൽ ഞങ്ങളുടെ ചേട്ടനും പിള്ളേരുണ്ട്, മൊത്തം 5 പേരാണ് വിളിച്ചോണ്ട് പോയി അവിടെ അന്വേഷിച്ച് 3 ദിവസമായിട്ട് അർജുനായിരുന്നു. അപ്പൊ അതിനകത്ത് ഇവൻ പറഞ്ഞ എല്ലാവരും അവനെ കണ്ടതുപോലെ രാവിലെ നിന്ന് കുഞ്ഞിനെ കണ്ടത് കാര്യങ്ങളൊക്കെ പറയുന്നു. ഇവൻ മാത്രം മാറ്റി പറഞ്ഞു. 2-3 ദിവസമായിട്ട് അങ്ങണ്ട കുഞ്ഞിനെ കണ്ടിട്ടേ ഇല്ലെന്ന് പറഞ്ഞു. അപ്പൊ ഇവൻ ഈ 12 മണിയാകുമ്പോൾ അവരുടെ വാഴയ്ക്ക് കുഞ്ഞിന് ചക്ക വെട്ടി കൊടുക്കുന്നേ അവരുടെ ചിറ്റപ്പൻ തന്നെയാണ് കണ്ടത്. അപ്പൊ അവര് പറഞ്ഞു മൊഴിക്കകത്ത് ഇവൻ അർജുന് ഇന്ന കുഞ്ഞുമായിട്ട് അവിടെ ഇരിക്കുന്ന കണ്ടെന്ന് പറഞ്ഞിട്ട് അവര് മൊഴി കൊടുത്തു. അപ്പൊ ഇതിലാണ് ഇവൻ വീണത്. അപ്പൊ അവര് അന്വേഷിച്ച് കണ്ടുപിടിച്ചപ്പോഴത്തേന് അവൻ 2 അടിയൊക്കെ കൊടുത്തെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞിട്ട് മണിമണിയായിട്ട് അവൻ കാര്യങ്ങൾ അവൻ പറഞ്ഞ പിന്നെയാണ് നമ്മൾ ഈ ന്യൂസിൻ്റെ അകത്ത് വരുമ്പോഴാണ് നമ്മൾ ഈ കാണുന്നത് ഇവൻ ഇത് കൊലപാതകമാണ്, ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെന്നും ഇതൊക്കെ അറിയുന്നു. പോലീസ് വന്നപ്പോ അമ്മയും പറഞ്ഞില്ലയോ ആരെയും സംശയിക്കണ്ട, അത് എന്റെ കുഞ്ഞറിയാതെ ചെയ്ത? അങ്ങനെ ഒരു സംശയം ഇല്ലായിരുന്നു നമുക്ക്. ഇവിടെ അതുപോലെ എല്ലാവരും നമ്മളൊരു കുടുംബം പോലെ ആയിരുന്നു എല്ലാവരും. അത് കാരണം നമുക്കിത് സംശയമില്ല. നിങ്ങൾ അന്വേഷിക്കേണ്ട. കൊച്ചിനെയൊക്കെ ചെന്ന് അവിടെ കൊണ്ടുപോയി ചോദ്യം ചെയ്തപ്പം ഭയങ്കര വിഷമമായിരുന്നു. അത് കാരണം ഞങ്ങൾക്ക് സംശയമില്ല സാറേ, അതുപോലെ നിങ്ങൾ അന്വേഷിക്കേണ്ട, എൻ്റെ കുഞ്ഞ് തന്നെ ഇത് ചെയ്താണെന്ന് തോന്നുന്നു പറഞ്ഞ് ഞാൻ പറഞ്ഞായിരുന്നു. ഇവരെയൊക്കെ അർജുനെയൊക്കെ ചോദ്യം ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു വിഷമമായിരുന്നു? 5 പിള്ളേരെയും കൊണ്ടുപോയി ചോദ്യം ചെയ്തപ്പോൾ ഭയങ്കര വിഷമമായിരുന്നു. അവരുടെ വീട്ടിൽ ഭയങ്കര കരച്ചിലായിരുന്നു. എന്റെ മോൻ അങ്ങനെ ചെയ്യത്തില്ല. ബാക്കി 4 പേരെയും വിട്ടു. ഇവനെ മാത്രം പിടിച്ചു വെച്ചേക്കെന്ന് പറഞ്ഞ് ഇവര് വന്ന് നിങ്ങൾ പറഞ്ഞാൽ ചിലപ്പോൾ വിടും എന്നും പറഞ്ഞ് ഞങ്ങളുടെ അടുത്ത് വന്ന് ഭയങ്കര കരച്ചില്ല അവരുടെ അച്ഛനും അമ്മയൊക്കെ. അപ്പൊ അന്നേരം അങ്ങനെ പറയുമ്പോ നമ്മൾ എന്നാ ചെയ്യാൻ പറ്റുമോ? അപ്പൊ ഞാൻ പറഞ്ഞു നാളെ രാവിലെ രാത്രി വിട്ടില്ലെങ്കിൽ ഞങ്ങൾ രാവിലെ പോകാം, പോയി ചോദിക്കാന്ന് പറഞ്ഞു. ചോദിച്ചിട്ട് വരാം, അന്വേഷിക്കുമല്ലേ. അപ്പൊ അതിന്റെ ഇടയ്ക്ക് നമ്മൾ എന്നാ ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ പറയുകയും ചെയ്തു. അതിനു മുമ്പ് ഈ ന്യൂസ്. പക്ഷെ അർജുന്റെ അച്ഛൻ നമ്മെ അറിഞ്ഞു കാണത്തില്ലല്ലോ, കാണിച്ചു വെച്ചിട്ടുള്ളത്. അപ്പൊ അവർക്ക് നിങ്ങളുടെ മുന്നേ വരാനും നിങ്ങളുടെ മുഖത്തേക്ക് നോക്കാനും പാടായിരിക്കും. പക്ഷെ നിങ്ങളൊക്കെ നല്ല ലോകത്ത് ജീവിച്ചിരുന്നല്ലേ. ഇത് ഇനി ഇതിനകത്ത് ഏതായാലും പോലീസ് സമയോചിതമായി അന്വേഷിച്ചു, അതിനകത്തൊരു പ്രതിയുണ്ട് എന്ന് മനസ്സിലാക്കി പെരുമാറിയത് വലിയ സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും അവർക്ക് ഒരുപാട് ഞങ്ങൾ പറഞ്ഞിട്ട് പോലെ അവർ പിന്മാറിയില്ല. ഞങ്ങൾ വേണ്ടെന്ന് പറഞ്ഞിട്ട് പോലെ അവര് പിന്മാറിപ്പോയി. ഇവിടുത്തെ SIയുടെ പേരറിയാമോ? ആരായിരുന്നു ഇത് അന്വേഷിച്ചത്? ജമാൽ.
ജമാൽ സാറും ഈ സുനിൽ CA ആണ്. സുനിൽ സാറും സുനിൽ കുമാർ എന്ന് പറഞ്ഞു പുള്ളി നല്ല ഇടപെടലായിരുന്നു. അത് ശരി. അപ്പൊ അവരുടെ ഈ പോലീസിന്റെ ഇടയിലുള്ള ഈ നല്ല ഉത്തരവാദിത്തമുള്ള ഓഫീസർമാരും നമ്മുടെ ഉണ്ട്. അതിനകത്ത് ക്രൈം സാറുണ്ട്. ക്രൈമിലെ ഒരു സാജി എന്ന് പറഞ്ഞ അദ്ദേഹവും നല്ല ഇടപെട്ടായിരുന്നു. അതുകൊണ്ട് അത് ഇവിടെ തന്നെയായിരുന്നു. മണിക്കൂറുകളല്ലേ ഇവരുടെ പുറകിൽ തന്നെ ആയിരുന്നു അവര്. ഇവരുടെ എല്ലാത്തിന്റെയും ആക്റ്റീവ് നോക്കിക്കൊണ്ട് ക്യാമറ കൊണ്ട് അവന്റെ ഒക്കെ ഇത് ശ്രദ്ധ നോക്കിക്കൊണ്ടേ ഇരിക്കുവായിരുന്നു. അങ്ങനെ ഓരോരുത്തരോട് സംസാരിക്കുമ്പോഴും എല്ലാം നോക്കുന്നുണ്ട്. ഇവന്റെ പേരിലായിരുന്നു സംശയം ഉണ്ടായിരുന്നു അവർക്ക്. ആദ്യം മുതലേ ഒരു ഇതുണ്ടായിരുന്നു. ഇത് ആദ്യം കണ്ടത് മോനായതുകൊണ്ടാണ് മോനോട് ചോദ്യം ചെയ്തത്. അതെ അതെ. അത് അവർക്ക് ചോദിക്കാൻ വരെ സംശയിച്ചായിരുന്നു. എന്നെയും ചോദ്യം ചെയ്തായിരുന്നു. അത് ഒരു കേസന്വേഷണത്തിൽ നമ്മളത് ഇപ്പൊ അത് എന്തിനായിരുന്നു ആ പോലീസ് അങ്ങനെ ചെയ്തെന്നുള്ളത് ഇപ്പൊ നമുക്ക് ബോധ്യപ്പെട്ടപ്പോ അതല്ല ഈ കുറ്റവാളിയെ കണ്ടെത്താതിരിക്കാൻ നിങ്ങൾക്ക് ഇപ്പോഴും വിഷമം തോന്നിയേ പോലീസ് എന്നോട് അങ്ങനെ ചോദ്യം ചെയ്ത് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടെന്ന് നമ്മൾ അറിഞ്ഞിരുന്നില്ല. പീഡനം നടന്നെന്നുള്ളത് അറിഞ്ഞിരുന്നില്ല ഈ കുട്ടി. അങ്ങനെ അപ്പൊ അതിന്റെ തലേ ദിവസം വന്ന് പറഞ്ഞു കുഞ്ഞിന് ബ്ലീഡിങ് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് നമ്മൾ ഇത്തരം കാര്യങ്ങളായിട്ട് അന്വേഷിക്കുന്നതെന്ന് പറഞ്ഞപ്പോ സാർ അങ്ങനെ എന്തെങ്കിലും കുഞ്ഞിന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഏത് കൊമ്പനായാലും ശരി അത് തീർച്ചയായിട്ടും അന്വേഷിച്ച് കണ്ടുപിടിക്കണം, അതിനകത്ത് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യും എന്നാണ് നമ്മൾ പറഞ്ഞത്. തലേ ദിവസം നമ്മൾ പറഞ്ഞായിരുന്നു അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പിടിക്കണം സാറേ എന്ന് പറഞ്ഞു. ഈ അർജുൻ ഇവിടെ വന്ന് നിങ്ങളുള്ളപ്പോ ഇവിടെ വന്ന് കുഞ്ഞിനോട് കളിക്കാറുണ്ടായില്ല? പിന്നെ അവൻ മുട്ടായി ഒക്കെ കൊണ്ടു കൊടുക്കുന്നത് എപ്പോഴാണ്? മുട്ടായി ഞാൻ ഒരു പ്രാവശ്യം കണ്ടു കുഞ്ഞിനെ ഇവിടെ എനിക്ക് എന്റെ കൂടെ ഇരിക്കുമ്പോൾ ഒന്ന് വിളിച്ചു. അവിടെ ഒരു മഞ്ച് മുട്ടായി കൊണ്ട് കൊടുത്തായിരുന്നു, ചോക്ലേറ്റ്. അല്ലാതെ അവൻ കുഞ്ഞുമായിട്ട് കളിക്കുന്നതോ വേറെ ഒന്നും അവൻ കണ്ടിട്ടില്ല. ഇപ്പൊ ഈ ഒരു അവസ്ഥ നിങ്ങൾക്കുണ്ടായി, ഇനി ആർക്കും സംഭവിക്കരുത് നിങ്ങൾ നെഞ്ചു പൊട്ടി പ്രാർത്ഥിക്കുക തന്നെ ചെയ്തുകൊണ്ടിരിക്കും. തീർച്ചയായിട്ടും. അപ്പൊ എന്താണ് ഒരു അച്ഛനും അമ്മയും ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് നിങ്ങളിപ്പോ വേറെ മറ്റു രക്ഷകർത്താക്കളോട് പറഞ്ഞു കൊടുക്കേണ്ടത്? വേറെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞി പറഞ്ഞില്ലേലും നമ്മൾ അത് ശ്രദ്ധിക്കേണ്ടതാണ്. കുഞ്ഞിന്റെ ഭാഗത്ത് ഉണ്ടെങ്കിലും ഇല്ലേലും നമ്മൾ അതൊക്കെ നമ്മൾ തന്നെ ചെയ്യണം. കുഞ്ഞി ചെയ്യും, സ്കൂളിൽ പറയുന്നുണ്ട് തന്നെ കഴുകണം, ഇതൊക്കെ അവർ പഠിപ്പിക്കുന്നുണ്ട്. അവർക്ക് ചെയ്യാൻ എല്ലാ പിള്ളേർക്കും കഴിവിടാൻ പറ്റത്തില്ലല്ലോ. അപ്പം വീട്ടിലുള്ള സമയത്ത് അത് ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് തെറ്റാണത്, ഞങ്ങളത് ചെയ്തിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഇനിയുള്ള രക്ഷകർത്താക്കൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഈ വെളിയിൽ നിന്നുള്ള കുഞ്ഞുങ്ങൾ നമ്മൾ ആരെങ്കിലും മുട്ടായോ വേറെ സാധനങ്ങളോ മേടിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ആരും മേടിക്കരുത്. അച്ഛനമ്മ മാത്രം കൊടുക്കുന്നത്. അത് അങ്ങനെ ഉണ്ടെങ്കിൽ കുഞ്ഞിന്റെ അടുത്ത് ചോദിക്കണം, ആരെങ്കിലും വേണമെങ്കിൽ തന്നോ ഇല്ലയോ, അതൊക്കെ കുറച്ചുകൂടെ ശ്രദ്ധിക്കണം. ഈ കൂടുതൽ സ്നേഹം കാണിക്കുന്ന ആൾക്കാരെ എല്ലാവരും ഈ അമ്മമാരെ ശ്രദ്ധിക്കേണ്ടത് സഹോദരനായാലും ശരി, മാമനായാലും ശരി, കൂടപ്പുറപ്പായാലും ശരി, അച്ഛനായാലും ശരി, അവരെല്ലാം അത് ഒരു സംശയത്തോടു കൂടി തന്നെ ഒരു ചെറിയ ഒരു ഭാഗത്ത് വെച്ചോണ്ട് വേണം അവർ കാണാനായിട്ട്. അച്ഛനും അമ്മയും ഉള്ളതിനെക്കാട്ടിൽ കൂടുതൽ സ്നേഹം ആര് കാണിച്ചാലും അല്പം അമ്മയ്ക്ക് ആ ശ്രദ്ധ വേണം. അല്ല, അത് നിങ്ങളെ സംബന്ധിച്ച് ആരും കുറ്റം പറയത്തില്ല. നിങ്ങൾക്ക് പണിക്ക് പോയില്ലെങ്കിൽ നിങ്ങളുടെ അടുപ്പ് പോയിട്ടില്ല. നിങ്ങൾക്ക് കുഞ്ഞിനെ ഇവിടെ ഇട്ട് പിന്നെ 12ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോനുണ്ട്. അപ്പൊ നിങ്ങൾ ആ ഒരു ധൈര്യത്തിലാണ് അവനുണ്ടെന്നുള്ള ഒരു ഇതിലായിരുന്നു. ഇവൻ തലമുടി വെട്ടിക്കാൻ ഇവനെ സൂത്രത്തിൽ വിളിച്ചോണ്ട് പോയി ചതിപ്പെടുത്തുന്നതായിരുന്നല്ലോ. അപ്പൊ അവനെന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്കും അതിനകത്തൊന്നും പറയാൻ പറ്റില്ല. ഇപ്പൊ ഇങ്ങനെ നിങ്ങൾ പണിക്ക് പോകുന്ന സമയത്ത് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ സൂക്ഷിക്കാൻ ഒരു സംവിധാനം ആ കമ്പനി തന്നെ ഒരുക്കേണ്ടതല്ലേ? മറ്റെല്ലായിടത്തും ഉണ്ടല്ലോ. ഉണ്ട്, അത് ഉണ്ട്. ഇപ്പൊ അംഗൻവാടി അതൊക്കെ വന്നതുകൊണ്ട് ഈ ഞങ്ങളുടെ കമ്പനി വളരെ മോശത്തിലാണ്. ഇപ്പൊ ഇതിനെ കുറിച്ച് നിങ്ങളൊന്നും അവരോട് സംസാരിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും ഇങ്ങനൊരു എന്റെ കുഞ്ഞ് ജനിച്ചപ്പോഴേ ഞാൻ ഒരു പിള്ളപ്പറ ഉണ്ടെങ്കിൽ ഞങ്ങൾ രണ്ടുപേര് ജോലി ചെയ്താലേ ഉള്ളൂ. കാര്യങ്ങൾ ഒരാൾ ചെയ്താൽ ഒന്നും നടക്കത്തില്ല. ശമ്പളം കാര്യങ്ങളൊന്നും വീട്ടിലെ കാര്യങ്ങൾ നടക്കത്തേ ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ രണ്ടുപേരും പോകണമെങ്കിൽ കുഞ്ഞിനെ നോക്കാൻ ആൾ വേണം. കുഞ്ഞിനെ നോക്കണമെങ്കിൽ നേരത്തെ കമ്പനിയിൽ ആള് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഇതുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ അവിടെ പോയി ആവശ്യപ്പെട്ടപ്പോ പിന്നെ അപ്പുറം പിന്നെ എന്ന് പറഞ്ഞ് ഓരോ മാസങ്ങൾ ഇങ്ങനെ കടന്നുപോയി. അതുവരെ ഞങ്ങൾ വീട്ടിൽ ഒരാൾ മാത്രമേ ജോലി ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ. പിന്നെ അവസാനം നോക്കി ഞാൻ ഇവിടെ കമ്പനിയുടെ ഓഫീസിൽ കൊണ്ട് നിങ്ങൾ കുഞ്ഞിനെ നോക്കിക്കോ, ഞങ്ങൾ പണിക്ക് പോകണം, ഞങ്ങളുടെ വീട്ടിൽ രണ്ടുപേര് ജോലി ചെയ്താലേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് ഞാനൊരു സമരം തുടങ്ങി അവിടെ വെച്ച്. വേറെ ചേട്ടനും കൂടെ ഉണ്ടായിരുന്നു, അവരുടെ കുഞ്ഞും ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ചെയ്തപ്പോഴത്തേന് അത് എൻക്വയറി ആയി, കേസായി, ലേബർ ഓഫീസ് ചർച്ച ചെയ്തു. ഒരു കുറെ മാസങ്ങളായിട്ട് എൻക്വയറി നടത്തി. അത് അവസാനം അത് കമ്പനിക്ക് അനുകൂലമായിട്ട് തന്നെ പോയി. അങ്ങനെ ഒരു നിയമമില്ല. ഇപ്പൊ ഈ സാധാരണ കേസുകളിലൊക്കെ ആദ്യം ഒരു പത്രവാർത്ത വരും, വലിയ ശബ്ദമാകും. പിന്നെ അതേപോലെ ആകരുതാണ് ഞാൻ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ആദ്യം ഒരു ചൂടുണ്ടാകും ഏത് കേസാണെങ്കിലും. അടുത്തൊരു കേസ് വരുമ്പോ അതിന്റെ പുറകെ പോകും ആൾക്കാർ.
അപ്പൊ അങ്ങനെ ആയി പോകരുത്. ഇത് ഇപ്പോഴത്തിരിക്കുന്ന ഈ ചൂട്ടിൽ തന്നെ ഇത് കാര്യങ്ങൾ നീക്കി എത്രയും പെട്ടെന്ന് ചെയ്യാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് അവനെ തീർക്കണമെന്നാണ് നമ്മുടെ പറയുന്നത്. കേസിൽ വിധി വരണം, പെട്ടെന്ന് തൂക്കിക്കൊല്ലണം, ആൾക്കാരുടെ മുമ്പിലായിരിക്കണം അവൻ പിടച്ച് മരിക്കുന്നത്, ഈ ജനങ്ങൾ കാണണം. എങ്കിൽ മാത്രമേ ഇതേപോലത്തെ പിള്ളേർ ഇനി ചെയ്യാതിരിക്കത്തുള്ളൂ. ഈ കേസിൽ നിങ്ങളുടെ കമ്പനിയുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും സഹകരണം നിങ്ങൾ ഉണ്ടായിട്ടില്ല? ഇല്ല, ഒരു സഹകരണം ഉണ്ടായിട്ടില്ല. നിങ്ങൾക്ക് ഈ ഒരു ചിലവ് 1000 രൂപയെങ്കിലും നിങ്ങളുടെ കമ്പനി നിങ്ങൾക്ക് തന്നിട്ടുണ്ടോ ഈ സമയത്ത്? ഇല്ല, നിങ്ങളുടെ ഈ ദുരിതകാലത്ത് പോലും? അപ്പൊ അതൊക്കെ ആരോടാണ്? എന്നാ ചെയ്യാനാ, അങ്ങനെ നമ്മൾ വേറെ മാർഗമില്ല, നമ്മൾ തന്നെ ചെയ്യേണ്ടി വരും. ഇതിന്റെ അധികൃതരെ കൂടെ വന്നോ ഇവിടെ നിങ്ങളുടെ വീട്ടിലേക്ക്? മാനേജ്മെന്റ് വന്നായിരുന്നു, വന്ന് സങ്കടം വെച്ചിട്ട് പോയി. അല്ലാതെ വേറെ എന്തെങ്കിലും നിങ്ങളുടെ ഈ ഒരു പ്രതിസന്ധി തരണം ചെയ്യാനായിട്ട് ഒരു ചെറിയ ഫണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ചെയ്തില്ല? ഇല്ല, സാധാരണ ചെയ്യേണ്ടതാണ്, ചെയ്തില്ല. ഇനിയിപ്പോ കേസ് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പണിക്ക് പോയില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് ഇതിന്റെ കോടതിയുടെ പുറകെ പിന്നാലെ ഓടാൻ കഴിയത്തില്ല. അപ്പൊ നിങ്ങളുടെ കേസ് എവിടെ ചെന്ന് നിൽക്കും? കേസ് ഇപ്പൊ മുഖ്യമന്ത്രി പറഞ്ഞു അവര് ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ സർക്കാർ തന്നെ ചെയ്യും എന്നാണ് വിശ്വാസം. കണ്ണന്റെ അനിയനാണ്, കുഞ്ഞിന്റെ ചിറ്റപ്പനാണ്. നിങ്ങൾ അന്ന് കുഞ്ഞിനെ വളർത്തിക്കൊണ്ടിരുന്നു. കുഞ്ഞിന്റെ പേരെന്തായിരുന്നു? കർഷിക. എന്താ ഈ കുഞ്ഞ് മിടുക്കിയല്ലായിരുന്നു? നല്ല മിടുക്കിയായിരുന്നു. ഈ അർജുൻ ഇവിടെ കൊണ്ടുവന്ന് മുട്ടായി കൊടുക്കുന്നത് അറിയാമായിരുന്നു ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക്? അങ്ങനെ മുട്ടായി ഞങ്ങളുടെ ഫ്രണ്ടിൽ കൊടുക്കാറില്ല. വള്ളപ്പോലെ ഇതിൽ വരുമ്പോ എല്ലാവരെയും ഒരു കുഞ്ഞു മാവയായതുകൊണ്ട് അവളോട് എല്ലാവർക്കും സ്നേഹവും. ഇവിടെ എല്ലാവരും എല്ലാ സാധനങ്ങളും വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. ഓരോ വീട്ടിൽ ഓരോ സാധനം വന്നും കുഞ്ഞിനെ വിളിച്ച് കൊടുക്കാറുണ്ട്. നമ്മളങ്ങനെ 1-2 പ്രാവശ്യം അങ്ങനെ കണ്ടിട്ടുണ്ട്. അവനിങ്ങനെ മുട്ടാതിങ്ങനെ വരുമ്പോൾ നമ്മളിവിടെ കാണാൻ ഇരിക്കുവാണെങ്കിൽ ഇങ്ങനെ കൊടുക്കുന്ന കണ്ടിട്ടുണ്ട്. സ്നേഹം കൊണ്ടാണ്. നിങ്ങൾക്ക് മക്കളില്ലാത്തത് കൊണ്ട് ഇവിടെ അങ്ങ് മോളായിട്ട് എടുത്തതാണ്. അവക്കറിയത്തില്ല അച്ഛനെ ആരാന്ന് അറിയത്തില്ല. ഞങ്ങൾ അതുപോലെ നോക്കി. മറ്റേ കണ്ണനച്ഛൻ എന്താ? ഇത് വലിയച്ഛനെന്നാണ് ഓർത്തുണ്ട്. ശരി, നിങ്ങളാണ് അച്ഛനും അമ്മയെന്ന് പറഞ്ഞ? അമ്മയും അച്ഛനാണ് ഓർത്തുണ്ട്. ഇപ്പൊ ഈ കുഞ്ഞ് പഠിക്കുന്നതൊക്കെ ഇവിടെയാ? അതെ, കിടക്കുന്നതും നിങ്ങൾ? കിടക്കുന്നത് എന്റെ കൂടെ തന്നെ. ഓൺലൈൻ ക്ലാസ് അല്ലെന്നല്ലോ, അതാരാ സഹായിക്കുന്നത്? എന്നിട്ട് വീഡിയോ ഒക്കെ എടുത്ത് അയച്ചു കൊടുക്കും? ഈ അർജുന്റെ സ്വഭാവം എങ്ങനെയാണ്? ആദ്യം ആരോട് സംസാരിക്കാത്ത? അന്നത്തെ സംഭവം ഒന്ന് പറയാമോ? അന്ന് നിങ്ങൾ വരുമ്പോ? ഞാൻ വരുമ്പോ ഉച്ചക്ക് അവര് ട്യൂഷന് പോയിരുന്നു. ട്യൂഷൻ പോയിട്ട് ട്യൂഷൻ എവിടെ പോകുന്നു കുഞ്ഞ്? പുതുവേലി. അതാരാ കൊണ്ടുപോകുന്നതിന്? ചേട്ടന്, ആങ്ങളെ. സ്കൂൾ എങ്ങനെ കൊണ്ടുപോകും? ബൈക്കിൽ കൊണ്ടുപോകും. വരുമ്പോ വിളിച്ചോണ്ട് 12 ആകുമ്പോ വന്ന് വിളിച്ചോണ്ട്. അപ്പൊ അത് ഞങ്ങള് പണിക്ക് പോയായിരുന്നു. ഉച്ചക്ക് ഞാൻ ചോറിനാ വരുന്നപ്പോ അവള് നേരെ ട്യൂഷൻ കഴിഞ്ഞ് നേരെ ഇവിടെ വന്നു. ബാക്കൊക്കെ വെച്ച് രാവിലെ ഞാൻ വരുമ്പോ പുട്ടും പഴവും ഉച്ചക്ക് കഴിച്ചോണ്ടിരുന്നു. ഞാൻ പറഞ്ഞ് പുട്ടും പഴവും കഴിക്കണ്ട, ചോറിനാ മതി, ചങ്കത്തിൽ നിൽക്കുന്നു പറഞ്ഞു. അതിനാ ഞാൻ പഴം കൂട്ടി കഴിക്കുന്നതാണ്. കഴിച്ച് കിടന്ന് നേരെ മേളിപ്പോ അവളെ ഏത് സമയം രാവിലെ തൊട്ട് വൈകിട്ട് വരെ അവിടെ ഇവിടെ ഓടി അവിടെയും പോവും, ഓടി ഇവിടെ വരും. ഇവിടെ എന്തെങ്കിലും ചെയ്യും, പിന്നെ ഓടി അവിടെ പോവും. രണ്ടുപേരുടെയും പൊന്നാമനയായിട്ട് കഴിഞ്ഞതാണ്. ഇപ്പൊ അന്ന് അവനെ തെളിവിനെടുപ്പ് കൊണ്ടുവന്നപ്പം ഉണ്ടായിരുന്നു അവിടെ? ഉണ്ടായിരുന്നു. അന്ന് ആക്രമിക്കാനായിട്ടൊരു അതിലും അങ്ങനെ അടുത്ത് ചെല്ലാൻ പറ്റിയില്ല. പോലീസുകാർ അത്രയും പോലീസ് ഉണ്ടായിരുന്നു. നിങ്ങളുടെ വാക്കോത്തി ഇരിക്കുന്ന അവർ കണ്ടു. അതുകൊണ്ടോ? അപ്പൊ അച്ഛന് പിന്നെ ആയുധമൊന്നും ഇല്ലാതെ കൈകൊണ്ട് തന്നെ ആയിരുന്നുകൊണ്ട് അച്ഛന് കൊടുക്കാൻ പറ്റും. എന്ന് വെച്ചാൽ എന്നെ എല്ലാം ഫോക്കസ് ചെയ്ത് പോലീസുകാർ അപ്പോൾ അങ്ങോട്ട് പിടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ സൈഡിൽ. ഇവൻ അർജുന്റെ സഹോദരിമാരില്ലേ? സഹോദരിമാരുണ്ട്. എത്ര സഹോദരിമാരുണ്ട് അവന്? ഒരാളുണ്ട്. അത് എത്ര വയസ്സുണ്ട്? അപ്പൊ 23 വയസ്സ് കാണും. ഇവൻ എന്തെങ്കിലും പണിയുണ്ടോ ഈ അർജുന്? ഇവന് ഇടയ്ക്ക് കൊറിയറിൽ ഇടയ്ക്ക് പൊക്കോണ്ടിരുന്നു. ഇപ്പൊ ലോക്ക്ഡൌൺ ആയി കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകാറില്ല. അപ്പൊ അവിടെ പണി തിരക്ക് പോവാം. ഇവനെന്താ വിദ്യാഭ്യാസം? അവന്റെ വിദ്യാഭ്യാസം +2 വരെ. പക്ഷെ അങ്ങനെ ഒരുത്തൻ ഇവിടെ ഇരിപ്പുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് അവൻ്റെ ഒരു സംശയം തോന്നിയതേ ഇല്ല? ഇല്ല. അത് ഞങ്ങളെക്കാട്ടിലെ ഏറ്റവും കൂടുതൽ ഞങ്ങളുടെ ചെറുക്കന്മാർ ചട്ടാനിയന്മാർ 5-6 പേര് ഇവിടെ ഉണ്ട്.
അവന്മാരെക്കാരിൽ ഏറ്റവും കൂടുതൽ കരഞ്ഞത് അവനാണ്. അന്ന് അവനാണ് ഏറ്റവും കൂടുതൽ കരഞ്ഞത്. ഇവിടെയുള്ള പിള്ളേരെല്ലാം ഇവിടെയുള്ള വീട്ടുകാരുകൾ തന്നെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല സഹകരണവും നല്ലൊരു ഇതുമായിട്ട് ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് അങ്ങനെ ഒരു സംശയം ഇതുവരെ അങ്ങനെ തോന്നിയിട്ടില്ല. പേരെന്തായിരുന്നു? പൗൺരാജ്. എൻ്റെ പേര് പൗൺരാജ്. പൗൺരാജ്. ഇവിടെ എത്ര വർഷമായിട്ട് ജോലി ചെയ്യുന്നുണ്ട്? ഞാൻ ജയിച്ചത് ഇവിടെ തന്നെ. എൻ്റെ അപ്പൻ വന്നത് 19 വയസ്സിൽ വന്നു. ഇവിടെ പെരിയ കങ്ങാടിയായിരുന്നു. ആൾക്കാർ ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. എൻ്റെ അപ്പൻ്റെ കീഴിലെ ഒരു 4 കങ്ങാടി സബ് കങ്ങാടി ഉണ്ടായിരുന്നു. ഇവിടെ ഉടമ്പടി എല്ലാം അപ്പന എല്ലാവരും നല്ല പേര് കൂട്ടാ. പേരെന്തായിരുന്നു? കന്നസ്വാമി കങ്ങാടി കങ്കി. ഞാൻ ഈ 19 വർഷം പിന്നെ ഇവിടെ ജോലി ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് എന്നെ നമ്മുടെ ഈ CBIയിലെ ഒരു അംഗമായി വന്നു. പിന്നെ ഇപ്പം മണ്ടങ്കമ്പട്ടി പിന്നെ അംഗമാണ്. എൻ്റെ കുടുംബമെല്ലാം ഇടവെച്ച ആൾക്കാരില്ലേ എല്ലാവരും. ചേട്ടൻ്റെ മകനാണെങ്കിൽ അവൻ CPMലെ പിന്നെ വലിയ ആളാണ്. ഇങ്ങനെയാണ്. ഇവൻ വന്നപ്പോ അവനെ ഒരടി കൊടുത്തു. കാര്യം എനിക്ക് ഈ ഞങ്ങൾക്ക് കുടുംബത്തിലെ ജീവനാണ് ഈ പെണ്ണ്. ഈ ഞാൻ പറയും എൻ്റെ മുമ്പേ പെണ്ണെ അടിക്കുകയോ പത്താൻ പറയുകയോ എനിക്ക് ഇഷ്ടമല്ല. അത് വഴക്കം പറയും. എൻ്റെ മുമ്പേ അടിക്കാൻ പാടില്ല. കുഞ്ഞിനെ വഴക്ക് പറയാനോ അടിക്കാനോ പാടില്ല വീട്ടിലെ. അങ്ങനെ എൻ്റെ ജീവനാണ്. അങ്ങനെ വന്നപ്പം എനിക്ക് പിന്നെ സഹിക്കാൻ പറ്റില്ല. ഒരാൾ കൊടുത്തു, 2 കൊടുത്തു. അത് ശരിയാണ്. ഇവനെ ഇത്രയും ക്രൂരമായിട്ട് കാണിക്കുന്ന ഞങ്ങൾ ഒരിക്കലും പോയില്ല. ഇവനെ ഞങ്ങളുടെ പിള്ളേർ പോലെ കരുതി ഇവനെ ഇത്രയും ഇത് കാണിക്കൊണ്ട് അവനെ ഈ ഭൂമിക്കുമില്ലേ വയ്ക്കാൻ പോയില്ല. അതുമല്ല അവനെ എത്രയും എളുപ്പം അവന് തൂക്കിക്കൊടുക്കും. അതുകൊണ്ട് നിങ്ങൾ ആവേശം വേറെ കാര്യമില്ല. ഇവനെ ഇനിയും ഇറക്കി വിട്ടാൽ ഇതുപോലെ പെണ്ണുങ്ങളെ എന്നെത്തിക്കും. ഒരു ഭിത്തിക്ക് അപ്പുറത്ത് താമസിക്കുന്ന ആൾക്കാരാണ്. ഒരു പെണ്ണ് കൊച്ചുമ്പോൾ അവിടെ പെണ്ണുണ്ട്. പെണ്ണ് കൊണ്ടുപോകും, ചോറ് കൊണ്ടുപോകും. അങ്ങനെയാണ് വന്നത്. ഇവിടെ വരും. ഈ കാര്യത്തിലെ പെണ്ണ് ഭയങ്കര പിന്നെ ജീവനാണ്. എല്ലാവർക്കും പെണ്ണ് അതുപോലെ വർത്താനം പറയും. എപ്പോഴും വർത്താനം നല്ല പോലെ മലയാളത്തിലും തമിഴും നല്ലപോലെ സംസാരിക്കും. ഇവനെ ഒരു പയ്യനുണ്ട്. അവനെ 11 വയസ്സ് കഴിഞ്ഞിട്ടാണ് ഈ പെണ്ണ് 11 വർഷം കഴിഞ്ഞിട്ടാണ് ഈ പെണ്ണ്. അവ ഓർക്കും 9-10 മണിക്ക് ഓർക്കം കഴിഞ്ഞ് വരും. അന്നേരം എനിക്ക് ഞങ്ങൾ ആരെങ്കിലും എടുത്ത് കൊണ്ടുപോകും. ഒരു 15 കാപ്പി കുടിക്കും. അങ്ങനെ ആണ്. പിന്നെ ഈ പെണ്ണ് പോകുന്ന അന്ന് ഒരു ഉമ്മ കൊടുത്തു. വൈകിട്ട് വരുന്നത് ഞാനിത് തേച്ച് കഴിക്കാൻ ഉച്ചയ്ക്ക് പയ്യൻ കൊണ്ടുവന്നു. അവിടെ ഉച്ചയ്ക്ക് വന്ന് ചോറുണ്ടായിരുന്നു, മുട്ടക്കറി ഉണ്ടായിരുന്നു. കഴിക്കാൻ പറഞ്ഞ് ഞാൻ കിടന്നുപോയി. തത്താ ഞാൻ പിന്നെ കഴിച്ചോളാം, എനിക്ക് പൊട്ടും പണവും മതി എന്ന പറഞ്ഞ് കഴിച്ചപ്പോൾ പെണ്ണ. പിന്നെ ഞങ്ങൾ കണ്ടേയില്ല.
ദൈവത്തോത്ത് ഇവനെ നല്ല ചിച്ച കൊടുക്കണം. അവനെ ഈ ഭൂമിക്ക് വില വെക്കാൻ പാടില്ല. സഖാവ് മുഖ്യമന്ത്രി നിങ്ങളുടെ സങ്കടം ഒന്ന് പോക്കണം. സഹിക്കാൻ പറ്റില്ല. സഖാവ് എല്ലാം ചെയ്യുന്നത് ഉത്സാഹമുണ്ട്. നിങ്ങളെ കൊടി പിടിച്ച ആ പാർട്ടിക്ക് വേണ്ടി കൊടി പിടിച്ചിട്ടുള്ള ആൾക്കാരാണ്. ഇപ്പം ഞാൻ വെച്ചിട്ടുണ്ട്. എന്റെ മോള് LDF ജയിച്ചപ്പോ ഇങ്ങനെ വിളിച്ചവളാണ്. പെരിയാർ ടൗണിൽ ഇറങ്ങി കൊടി പിടിച്ചവളാ. അവനെ വെറുതെ വിടല്, അവനെ തൂക്കി കൊല്ലണം, എത്രയും പെട്ടെന്ന് ചെയ്യണം. എന്റെ വലിയ ഞങ്ങളുടെ കുടുംബത്തിന് ഒരു സ്വത്താണ് അവള് എന്തൊക്കെയോ ആവേണ്ടിയവളാണ്. അവള് എനിക്ക് പറയാൻ പറ്റില്ല. എങ്ങനെയും അവർ ചേർത്ത് കിട്ടുന്ന അത്രേ ഉള്ളൂ.